നമസ്കാരം. മോട്ടോർ സ്പോർട്സ് ലോകത്തെ ഏറ്റവും വലിയ, ഏറ്റവും കഠിനമായ മത്സരങ്ങളിൽ ഒന്നിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. 24 Hours of Le Mans. ഈയൊരു വാചകം മാത്രം മതി ലേ മാനിന്റെ ഒരു ഏകദേശ ചിത്രം കിട്ടാൻ, അല്ലേ? ഇതൊരു സ്പ്രിന്റ് റേസ് അല്ല, അതായത് വെറും സ്പീഡ് മാത്രം പോരാ അവിടെ. കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുമല്ലേ? 24 മണിക്കൂർ ഓടുക, ഏറ്റവും കൂടുതൽ ദൂരം പോകുന്നവർ ജയിക്കും. പക്ഷേ ആലോചിച്ചു നോക്കൂ, ഒരു കാറിനെയും അതിലെ ഡ്രൈവർമാരെയും ഒരു ദിവസം മുഴുവൻ അവരുടെ ലിമിറ്റിന്റെ അങ്ങേയറ്റത്ത് നിർത്തി ഓടിക്കുക. അതത്ര നിസ്സാരമായ കാര്യമല്ല. അപ്പോ ലക്ഷ്യം ക്ലിയറാണ്, 24 മണിക്കൂറിൽ മാക്സിമം ദൂരം ഓടുക. പക്ഷേ എന്തുകൊണ്ടാണ് ഈ റേസിനെ അൾട്ടിമേറ്റ് എൻഡ്യൂറൻസ് ടെസ്റ്റ് എന്നൊക്കെ വിളിക്കുന്നത്? ശരിക്കും എന്താണിതിന്റെ വെല്ലുവിളി? നമുക്കതിലേക്കൊന്ന് ആഴ്ന്നിറങ്ങാം. പക്ഷേ ഇങ്ങനെയൊരു ഭീമൻ ഇവന്റ് പെട്ടെന്നൊരു ദിവസം പൊട്ടിമുളച്ചതല്ല. ഇതിന് പിന്നിൽ ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രമുണ്ട്. നമുക്കൊന്ന് പിന്നോട്ട് പോയി നോക്കാം. 1923 തുടങ്ങിയ ആ യാത്ര എങ്ങനെയുണ്ടായിരുന്നുവെന്ന് കാണാം. അപ്പോ 1923 ഫ്രാൻസിലെ സർക്യൂട്ട് ഡി ലാ സാർത്തേൽ വെച്ചാണ് ഇതിന്റെ എല്ലാം തുടക്കം. പക്ഷേ യാത്ര അത്ര സുഗമമായിരുന്നില്ല. നോക്കൂ, ഫ്രാൻസിലെ പണിമുടക്കുകൾ കാരണം റേസ് റദ്ദാക്കേണ്ടി വന്നു. രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ സമയത്ത് വർഷങ്ങളോളം നിർത്തിവെച്ചു. എങ്കിലും ലെ മാൻ എപ്പോഴും ശക്തമായി തിരിച്ചുവന്നു. പിന്നെ 1960കൾ, അത് ഫോർഡ് GT40യുടെ കാലമായിരുന്നു. ചരിത്രത്തിലെ ഒരു ക്ലാസ് ഹിറ്റ് കാലഘട്ടം. ആദ്യകാലങ്ങളിലെ റേസിംഗ് ഇന്നത്തേതുപോലെയായിരുന്നില്ല. അന്ന് കാറിന് എത്ര സ്പീഡുണ്ട് എന്നതിനേക്കാൾ ആ 24 മണിക്കൂർ മുഴുവൻ പിടിച്ചു നിൽക്കാൻ അതിന് പറ്റുമോ എന്നതായിരുന്നു പ്രധാന ചോദ്യം. അതുകൊണ്ട് തന്നെ ഫ്രഞ്ച്, ബ്രിട്ടീഷ്, ഇറ്റാലിയൻ കാറുകളായിരുന്നു അന്ന് ആധിപത്യം സ്ഥാപിച്ചത്. ബുഗാറ്റി, ബെൻലി, ആൽഫ റോമിയോ, ആ പേരുകൾ തന്നെ ഒരു കാലഘട്ടത്തിന്റെ കഥയാണ് പറയുന്നത്. ഓരോ കാലത്തും ചില നിർമ്മാതാക്കൾ ലെ മാൻ ട്രാക്കിനെ സ്വന്തം സാമ്രാജ്യമാക്കി മാറ്റിയിട്ടുണ്ട്. നമ്മൾ അവരെ കിങ്സ് ഓഫ് ലെ മാൻ എന്ന് വിളിക്കും. ആരായിരുന്നു ആ രാജാക്കന്മാർ? അവരുടെ കഥകളിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഈയൊരു നമ്പർ ശ്രദ്ധിച്ചോ, 19. എന്തായിരിക്കും ഇത്? ചുമ്മാ ഒരു നമ്പരല്ല. ഇതാണ് ലെ മാനിന്റെ ചരിത്രത്തിൽ ഒരൊറ്റ കമ്പനി നേടിയ ഏറ്റവും കൂടുതൽ വിജയങ്ങളുടെ റെക്കോർഡ്. റെക്കോർഡ് പോർഷയുടെ പേരിലാണ് 19 വിജയങ്ങൾ. ചാർട്ടിൽ അവർ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് കണ്ടില്ലേ? പക്ഷേ തൊട്ടുപിന്നിൽ തന്നെ ഓഡിയുണ്ട്, ഫെറാറിയുമുണ്ട്. അതായത് ഈ പോരാട്ടം അത്ര എളുപ്പമായിരുന്നില്ലെന്ന് വ്യക്തം. വർഷങ്ങളായുള്ള കടുത്ത മത്സരമാണിത്. പോർഷ മാത്രമല്ല കേട്ടോ ഈ കളത്തിലെ രാജാക്കന്മാർ. ഫോർഡിന്റെ കാര്യമെടുക്കാം. അവരുടെ GT40 1966 മുതൽ 69 വരെ തുടർച്ചയായി 4 തവണയാണ് ജയിച്ചത്. പിന്നെ ഓഡിയോയുടെ R8 5 തവണ കപ്പടിച്ചു. ഒരു ടീമെന്ന നിലയിൽ നോക്കിയാൽ ജോസ്റ്റ് റേസിംഗ് 15 വിജയങ്ങളുമായി വേറെ ലെവലിലാണ്. ഇവരൊക്കെയാണ് ലെ മാന് ഇന്നത്തെ ഈ പ്രശസ്തി നൽകിയത്. പോർഷയും ഓഡിയും ഫോർഡുമൊക്കെ ചരിത്രം കുറിച്ച ഈ ട്രാക്കിൽ ഇപ്പോൾ ഒരു പുതിയ അധ്യായം തുടങ്ങിയിരിക്കുകയാണ്. ഹൈബ്രിഡ് ഹൈപ്പർ കാറുകളുടെ ഈ പുതിയ യുഗത്തിൽ ഒരു ഇതിഹാസം ഗംഭീരമായി തിരിച്ചു വന്നിരിക്കുന്നു. അതെ, ഞാൻ പറയുന്നത് ഫെറാരിയെക്കുറിച്ചാണ്. അതെ, സംഭവം ശരിയാണ്. ടോപ്പ് ക്ലാസ് റേസിംഗിൽ നിന്ന് ഒരുപാട് കാലം വിട്ടുനിന്നതിനു ശേഷം ഫെറാറി തിരിച്ചെത്തിയിരിക്കുന്നു. വെറുതെ തിരിച്ചു വന്നതല്ല, ബാക്ക് ടു ബാക്ക് തുടർച്ചയായി 2 വർഷം കിരീടം ചൂടിയിരിക്കുകയാണ്. ഇവിടെ നോക്കൂ, 2023ലും 2024ലും AF കോർസ ടീമാണ് ഫെറാറിക്ക് വേണ്ടി വിജയം നേടിയത്. കാർ ഏതാണെന്നോ? ഫെറാറി 499P. 2023ൽ കെലാൻഡോ, ജിയോവിനാസി, പിയർ ഗൈഡി എന്നിവരായിരുന്നു ഡ്രൈവർമാരെങ്കിൽ 2024ൽ അത് ഫ്യൂക്കോ, മൊളിന, നെയിൽസൺ എന്നിവരായി. ഡ്രൈവർമാർ മാറിയെങ്കിലും ടീമും കാറും ആ വിജയ ഫോർമുല നിലനിർത്തി. ഓരോ വർഷവും ജയിക്കുന്നവരും തോൽക്കുന്നവരുമുണ്ടാകും. അതൊക്കെ മത്സരത്തിന്റെ ഭാഗമാണ്. പക്ഷെ അതിനപ്പുറം എന്തുകൊണ്ടാണ് ലെ മാൻ എന്ന പേരെല്ലാവരുടെയും മനസ്സിലിങ്ങനെ പതിഞ്ഞുപോയത്? എന്തുകൊണ്ടാണ് ഇതൊരു വെറുമൊരു റേസിനേക്കാൾ വലുതാകുന്നത്? നമുക്ക് ആ പാരമ്പര്യത്തെക്കുറിച്ച്, ആ ലെഗസിയെക്കുറിച്ച് സംസാരിക്കാം. ലെ മാനിന്റെ ഈ പാരമ്പര്യത്തിന് 3 പ്രധാന തൂണുകളുണ്ട്. ഒന്നാമത്തേത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു അതിജീവനത്തിന്റെ പരീക്ഷണമാണ്, മനുഷ്യനും യന്ത്രത്തിനും. രണ്ടാമത്തേത് ഇതൊരു ടെക്നോളജി ലാബാണ്. ഇവിടെ പരീക്ഷിക്കുന്ന പല കാര്യങ്ങളുമാണ് പിന്നീട് നമ്മുടെ സാധാരണ കാറുകളിൽ വരുന്നത്. മൂന്നാമതായി ഇത് ഇതിഹാസങ്ങൾ ജനിക്കുന്ന സ്ഥലമാണ്. വലിയ മത്സരങ്ങളും രാജ്യങ്ങൾ തമ്മിലുള്ള അഭിമാന പോരാട്ടങ്ങളും ഇവിടെയാണ് നടക്കുന്നത്. ഇതിലെ ഏറ്റവും രസകരമായ കാര്യം ഇതാണ്. ലെ മാൻ ട്രാക്കിൽ പരീക്ഷിച്ച് വിജയിക്കുന്ന ടെക്നോളജികൾ കുറച്ചുകാലം കഴിയുമ്പോൾ നമ്മൾ ദിവസവും ഓടിക്കുന്ന കാറുകളിലേക്കെത്തും. ഉദാഹരണത്തിന് ഡിസ്ക് ബ്രേക്കുകൾ, ടർബോ ചാർജറുകൾ, ഇന്നത്തെ ഹൈബ്രിഡ് എഞ്ചിനുകൾ വരെ. ഇതിന്റെ എല്ലാം തുടക്കം ഒരു തരത്തിൽ ഇവിടെ നിന്നാണ്. അതുകൊണ്ട് ലെ മാൻ നമ്മുടെ ജീവിതത്തെയും സ്വാധീനിക്കുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ ലേ മാൻ എന്ന് പറയുന്നത് മോട്ടോർ സ്പോർട്ടിന്റെ ഏറ്റവും ഉയർന്ന തലമാണ്. ലോകത്തിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയ മത്സരങ്ങളിലൊന്ന്. ഫോർമുല 1ലെ സൂപ്പർ സ്റ്റാർ ഡ്രൈവർമാർ പോലും ഇവിടെ വന്ന് മത്സരിക്കാൻ കൊതിക്കുന്നൊരിടം. പിന്നെ നിർമ്മാതാക്കളുടെ കാര്യം പറയുകയേ വേണ്ട, അവർക്ക് തങ്ങളുടെ ശക്തി തെളിയിക്കാനുള്ള ഏറ്റവും വലിയ സ്റ്റേജാണിത്. അപ്പോ നമ്മൾ കണ്ടു, ഫെറാറി ഗംഭീരമായി തിരിച്ചു വന്നിരിക്കുന്നു. തുടർച്ചയായി 2 വിജയങ്ങൾ. അപ്പോ നമ്മുടെ മനസ്സിലുള്ള ചോദ്യം ഇതാണ്: ലേമാനിന്റെ ചരിത്രത്തിൽ ഒരു പുതിയ ഫെറാറി യുഗം പിറക്കുകയാണോ? പോർഷയുടെയും ഓഡിയുടെയും കാലം പോലെ ഇനി വരാനിരിക്കുന്നത് ഫെറാറിയുടെ കാലമാണോ? എന്തായാലും കാത്തിരുന്ന് കാണാം.